എല്ലാരും ട്രൈ பண்ணுங்கோ അങ്ങനെയല്ല പറയുന്നത്. ட்ரை பண்ணி பாருங்க. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ഞാൻ കഴിക്കത്തില്ലാത്തൊരു സംഭവമാണ് എഗ്ഗ് അല്ലെങ്കിൽ മുട്ട, പ്രത്യേകിച്ച് ബോയിൽഡ് എഗ്ഗ്. ഞാൻ ഈ ഒരു റെസിപ്പിയുടെ ഫാനായി മാറിയ കഥയും അല്ലെങ്കിൽ അത്രയും അടിപൊളി ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകം ഒരു കാര്യം പറയാം, ഇത് നല്ല ചൂടോട് തന്നെ കഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് എഗ്ഗ്, നമുക്ക് എന്തോരം വേണം, ബോയിൽഡ് എഗ്സ് ആണ്, അത് ചെറിയ പീസസായി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്യുക, കുറച്ച് കറിവേപ്പില, കുറച്ച് ഓനിയൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇത് നമ്മുടെ ചേട്ടൻ റെസിപ്പിയാണ്. അപ്പം ഇതൊരു ബാംഗ്ലൂരിയൻ സ്റ്റൈൽ എന്നൊക്കെ പറയാം. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ 1-2 പ്രാവശ്യം നേരത്തെ ചേട്ടനടുത്ത് പോയ സമയത്ത്, ചേട്ടനടുത്ത് പോയ സമയത്ത് കഴിച്ച് ഫാനായി മാറിയിട്ടുള്ള റെസിപ്പി. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിൽ എക്സ്ട്രാ മസാലാസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, പിന്നെ കുറച്ച് ഓയിൽ വീണ്ടും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇത്ര മസാലകളും കാര്യങ്ങളും ഉള്ളൂ. കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യുക, ചൂടോടെ കഴിക്കുക. അടിപൊളി സാധനം, സെറ്റപ്പ് സാധനം എന്ന് പറയത്തില്ല, ഫാനായി മാറിയ സാധനം. മുട്ട ഇഷ്ടപ്പെടാത്ത ഞാൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മുട്ട ഇഷ്ടമുള്ള നിങ്ങൾ കഴിക്കുമ്പം എങ്ങനെ ഇരിക്കും? So ഇവരിതാ ഷെഫ്. Okay. So he is the chef. Okay, let me try now. ரொம்ப நல்லா இருக்கு. Same like Same like last time. last time. എല്ലാരും ട്രൈ பண்ணுங்கோ അങ്ങനെയല്ല പറയുന്നത്. ட்ரை பண்ணி பாருங்க.